ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ് ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല എല്ലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് റോസ്റ്റ് ബിരിയാണിയാണ്. പിന്നെ നമ്മൾ അത് ഒന്ന് വേവിച്ച് വെക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെക്കണം. പിന്നെ ആ അരി 5 ഗ്ലാസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് ആദ്യം തന്നെ ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾ മസാല സാജീരകം, ഏലക്കായ അതൊക്കെ ഇല്ലേ, കരയാമ്പൂ, പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാജീരകം എന്തായാലും ചേർക്കണേ, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി, വലുതല്ല വലിയ 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 2 തുടം, പച്ചമുളക് ഒരു 10 എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചതച്ച് വയ്ക്കുക കേട്ടോ. നമുക്ക് അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ബിരിയാണിയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണം വരും കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ബിരിയാണി വെക്കുമ്പോൾ ഇത് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. റൈസ് ഇങ്ങനെ വെക്കുമ്പോൾ നെയ്ച്ചോറ് വയ്ക്കായാലും ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതങ്ങനെ ബ്രൗൺ കളറാവൊന്നും വേണ്ട കേട്ടോ. ഒന്നിങ്ങനെ ഒന്ന് വാടി ഒന്ന് ഇതായിട്ട് വന്നാൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നെയ്യും ഓയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലും നെയ്യും കൂടി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഞാൻ ഡാൽഡ അങ്ങനെ യൂസ് ആക്കാറില്ല കേട്ടോ. നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ബീഫ് വേവിച്ച് വെച്ച സ്റ്റോക്കില്ലേ, അതാണ് ഞാൻ ആ വെള്ളമാണ് ഇതിലേക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അത് ഒരു 1.5 ഗ്ലാസ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത്. 5 ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളം, അപ്പോൾ 10 ഗ്ലാസ് വെള്ളം. ആ സ്റ്റോക്കും കൂടി 10 ഗ്ലാസ് വെള്ളം, ആ 2 ഗ്ലാസ് ബീഫ് വേവിച്ച സ്റ്റോക്കും കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം ഞാൻ തിളപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, അത് നമ്മൾ കഴുകി ഊറ്റി വയ്ക്കണേ. പിന്നെ അതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരിയിട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അരി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കൈമ റൈസ്, റോസിൻ്റെ അരി, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചെറിയ അരി എടുത്താൽ മതി, അതാണ് ടേസ്റ്റ്. ബീഫ് റൈസിനൊക്കെ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഉണ്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിരിക്കും. കണ്ടോ, നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. ഒന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും സവോളയൊക്കെ ഒന്ന് വറുത്ത് എടുക്കണം കേട്ടോ. ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് റോസ്റ്റായിട്ട് മാറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതിലേക്ക് ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ യൂസാക്കാനായിട്ട് കേട്ടോ. ഇനി ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങയൊക്കെ നന്നായിട്ടൊന്ന് പൊന്തി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് സവോള കുറച്ച് മൊരിച്ചിട്ട് എടുക്കണം. സവോള ഒരു 3 സവോള ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സവോള നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. സവോള നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരട്ടെ കേട്ടോ. ഒരു ബ്രൗൺ കളറായിട്ട് വരണം. നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഈ പാകത്തിന് നമുക്ക് മാറ്റാം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കരിഞ്ഞ് വറക്കരുത്. ഉള്ളി എപ്പോഴും ഇങ്ങനെ കരിഞ്ഞ് വറക്കരുത്. കുറച്ചൊരു പകുതി ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റണം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ അത് ഇരുന്ന് ഒന്ന് പാകാവും. അത് വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ 5 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ബീഫ് റോസ്റ്റിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സ്റ്റോക്കാണ് നമ്മൾ റൈസിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഓൾറെഡി ആദ്യം വേവിച്ച് വയ്ക്കും. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ മണക്കൊന്ന് മാറി വരട്ടെ കേട്ടോ. പച്ചമണക്കൊന്ന് മാറി വരണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളൊരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല, ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുരുമുളക് പൊടി പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഇപ്പോഴും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ബാക്കി മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചതച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ചും കൂടി കളർ കുറഞ്ഞപ്പോൾ കുറച്ചും കൂടി 1 ടീസ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബീഫൊക്കെ ആകുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളതിലേക്ക് ഒരു 4 തക്കാളി വലുതാണ് എടുത്തിട്ടുള്ളത്. അത് വട്ടത്തിലരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വരട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു വലിയ കപ്പ് തൈര് ചേർത്ത് കൊടുക്കണേ. നല്ല പുളിയിൽ അത്യാവശ്യം, നല്ല പുളിയല്ല, അത്യാവശ്യം ഒരു കുറച്ച് നോർമലായിട്ടുള്ളൊരു പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുളിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സവാള മൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഈ റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് ഈ ബിരിയാണിയുടെ ഈ മസാലയുടെ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കേട്ടോ.
ബീഫ് ബിരിയാണി ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് ബിരിയാണി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. മസാല, കുരുമുളക്, എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അത് കുഴപ്പമില്ല. അതേപോലെ ബിരിയാണി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒക്കെ ഇട്ടിട്ട് ദമ്മാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അടിയിൽ നിന്ന് റൈസ് മാറ്റിയിട്ട് അതിന് കുറച്ച് മസാല എടുത്തിട്ട് ദമ്മാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയും സാലഡും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക് യു.